ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബദാമിൻ്റെ തൊലി എളുപ്പത്തിൽ എങ്ങനെ തൊലിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമുക്ക് ബദാം ഒന്ന് പൊടിച്ച് എങ്ങനെ എടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ബദാമിൻ്റെ പൊടിയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങണം. അപ്പോൾ അതൊക്കെ നല്ലത് നമുക്ക് ബദാം ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ മതി. നമുക്ക് പൊടിച്ചെടുത്തേക്കാൻ ആദ്യം ഇതിൻ്റെ തൊലി ഒന്ന് കളയണം. അപ്പോൾ തൊലി കളഞ്ഞെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. എന്നിട്ട് ഈ വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ വെള്ളത്തിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ എടുത്ത ബദാം എത്ര, 1 കിലോനോ 1 കിലോനോ ആണോ അത് കൊള്ളണ ഒരു പാത്രം ഉണ്ടാവില്ല, അതിൽ വെള്ളം വെക്കുക, അത് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ ബദാമാണ് ഇട്ട് കൊടുക്കുക. ബദാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് 1/2 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അല്ലാതെ പിന്നെ ഒരുപാട് നേരം ഇട്ടത് വേവിച്ചെടുക്കൊന്നും വേണ്ട. ഒരു 2 തിള വരുമ്പോൾ നമുക്ക് തീയാണ് ഓഫാക്കുക. തീ ഓഫാക്കിയതിന് ശേഷം അതിലത്തെ വെള്ളം ഒന്ന് ഊറ്റി കളയുക. അപ്പോൾ വെള്ളം ഊറ്റി കളയണത് നമുക്ക് എളുപ്പം ചൂടാറിയാണ് നമുക്കിത് തൊലിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ തന്നെ അങ്ങനെ ഇട്ട് വെക്കൊന്നും വേണ്ട. എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു ചൂടിൽ, നല്ല ചൂടിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് നോണ്ടി കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ബദാമിൻ്റെ തൊലി പോന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടി ബദാം 5 എണ്ണോ 4 എണ്ണോ 10 എണ്ണോ അങ്ങനെയൊക്കെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ആ സമയത്തിന് വേണ്ടി ഇങ്ങനെ തൊലിച്ച് വാങ്ങും. ചിലപ്പോൾ അത് ഒരു പണിയായിട്ട് തോന്നും. ചെറിയൊരു ഉള്ളാരപ്പണിയാണല്ലോ ഈ തൊലിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നല്ലത് ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങി വെക്കുമ്പോഴത്തേനും ഒന്നിച്ച് ഇങ്ങനെ തൊലിച്ചൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്താൽ മതി. പൊടിച്ച് വെച്ചാലും നമുക്ക് ഓരോന്നൊക്കെ ഇടാനൊക്കെ എളുപ്പമാണല്ലോ. ഈ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഈ ബദാം ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വെയിലത്ത് നമുക്ക് പുറത്തൊന്നും കൊണ്ടുപോയി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുപോലൊരു ടർക്കി വിരിച്ചിങ്ങാണ്ട്, ഒരു കോട്ടൻ്റെ തുണിയായാലും മതി, അതിൽ വിരിച്ചിങ്ങാണ്ട് പരത്തി വെച്ചിട്ട് റൂമിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അല്ലാതെ പുറത്തൊന്നും പറ്റൂലല്ലോ. 2-3 ദിവസം വെച്ചിട്ടാട്ടോ എനിക്ക് ഉണങ്ങി കിട്ടി. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം, മുറ്റത്തൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിങ്ങാണ്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ എളുപ്പം ഉണങ്ങി കിട്ടും. ഇവിടെയും ഉണങ്ങി കിട്ടും കേട്ടോ. പുറത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം അമ്മാതിരി വെയിലാണ്. പക്ഷെ നമുക്ക് പുറത്തങ്ങനെ വെക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നനവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ടൊന്ന് മയമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാൻ കഴിയൂല. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഉണങ്ങണം. അപ്പോൾ എനിക്കൊരു 3 ദിവസമൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഒരു മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമ്മളെ ബദാം പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ബദാം ഇത്ര ഈസി ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കടയിൽ ബദാമിന് തന്നെ അത്യാവശ്യം ഒരു വില ഉണ്ട്. പിന്നെ ബദാമിൻ്റെ പൊടിൻ്റെയൊക്കെ വില നല്ല ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബദാം ഇങ്ങനെ വാങ്ങി പൊടിച്ച് വെക്കണേനായിരിക്കും നല്ലത്. അതും ഇതൊരു വ്യത്യാസമല്ല, അവരും ഇതുപോലെ പൊടിച്ച് വെക്കണേനേക്കാരം. അപ്പോൾ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമുക്ക് ഇത് എളുപ്പത്തിന് ഓരോ ആവശ്യത്തിന് നമുക്ക് ബദാം ഇങ്ങനെ പൊടിച്ചാനോ വെള്ളത്തിലിട്ടക്കാനോ ഒന്നും നിൽക്കണ്ടല്ലോ. നമുക്ക് ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഓരോ സ്പൂൺ ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ചായയിലിടുക, അതുപോലെ കേക്ക് ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാടുണ്ട്. ദോശ ഉണ്ടാക്കുക, പുട്ട് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യട്ടോ. പിന്നെ ബദാം പാലിലിട്ട് കുടിച്ചണ പോലെ ഉണ്ടാവും. അങ്ങനത്തെ എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ.